ഹായ് ഓൾ. നമുക്കിന്ന് ലാബ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ച കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അല്ലാതെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സും കൂടെ എന്ത് ചെയ്യാം, പഠിക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the half-life period of a radioactive substance is 30 days. What is the time for 3/4 of the original mass to disintegrate? ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ഹാഫ് ലൈഫ് പീരീഡ് 30 ദിവസം ആണ്. നമുക്ക് അവിടെ ഒന്ന് നോട്ട് ചെയ്താലോ. ടി ഹാഫ് അല്ലേ, ഹാഫ് ലൈഫിന്റെ വാല്യൂ എത്രയാ, 30 ആണ്. What is the time for 3/4 of the original mass to disintegrate? ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ മുക്കാൽ ഭാഗവും ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോകാൻ എടുക്കുന്ന സമയം. മുക്കാൽ ഭാഗവും ഡിസിന്റഗ്രേറ്റ് ചെയ്തു അല്ലെ. ഒരു വസ്തുവിന്റെ ഹോൾ ആയിരിക്കുമ്പോൾ 1 എന്ന് ഞാൻ എടുത്താൽ അതിന്റെ മുക്കാൽ ഭാഗവും ഡിസിന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം ബാക്കി എന്തുണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, കാൽ ഭാഗം ബാക്കി അല്ലെ. ഒന്നിന്ന് മുക്കാലും പോയ ബാക്കി എത്രയാ ഉള്ളത്, കാൽ ഭാഗം. അപ്പോ നമുക്ക് എന്താ വേണ്ടത്, ഈ മുക്കാൽ ഭാഗവും ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ എടുത്ത സമയം എത്രയാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഇതിനെടുക്കാവുന്ന ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്. n of t is equal to nc into half of t divided by t half എന്ന് പറയുന്നത്. അതായത് ടി ടൈമില് എത്ര ക്വാണ്ടിറ്റിയാണ് ബാക്കിയുള്ളത്, അതാണ് n of t എന്ന് പറയുന്നത്. n0 എന്ന് പറഞ്ഞാൽ എന്താ, ആ റേഡിയോ ആക്റ്റീവ് ഡിസിന്റഗ്രേഷൻ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു, അതാണ് n0 എന്ന് പറയുന്നത്. ടി എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വാല്യൂ ഇവിടെ ടി ആണ്. ടി ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിന്റെ പകുതി ആയി ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ, അതിന്റെ പകുതി എമൗണ്ട് ആയി ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടി ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയ ന്യൂക്ലിയസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് അത് എന്തായി മാറും, ഒരു സ്റ്റേബിൾ ആയ ന്യൂക്ലിയായി മാറും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന വസ്തുക്കൾ നമുക്ക് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പോ നമുക്കിവിടെ ഈ ഫോർമുല അനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പൊ ബാക്കി എത്ര ക്വാണ്ടിറ്റിയാ ഉള്ളത്, 1 ആയിരുന്ന സാധനം ഇപ്പൊ എത്രയായി, ഇപ്പൊ ബാക്കി എത്രയേ ഉള്ളൂ, കാൽ ഭാഗമേ ഉള്ളൂ. മുക്കാലും ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോയി. മുക്കാലും ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഈ ഫോർമുലയില് n of t divided by n0 is equal to നമുക്ക് എങ്ങനെ എഴുതാം, 1/2 the whole raised to t by t half എന്ന് എഴുതാം അല്ലെ. ഞാൻ ആ n0 കൂടെ ലെഫ്റ്റിലേക്ക് എടുത്തു. n of t എന്ന് വെച്ചാൽ ഈ t എന്ന് പറയുന്ന ടൈമിൽ എത്ര ബാക്കിയുണ്ട്, അപ്പൊ അത് കാൽ ഭാഗമാണ് ബാക്കിയുള്ളത്. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു, 1 is equal to എന്തെന്ന് എഴുതാം, 1/2 the whole raised to t by t half. ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മുക്കാൽ ഭാഗം ഡിസിന്റഗ്രേറ്റ് ആകാൻ എടുക്കുന്ന സമയമാണ് ടി. ടി ഹാഫ് എന്ന് വെച്ചാൽ 30 days ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1/4/1 എന്ന് വെച്ചാൽ 1 അല്ലേ, സോറി 1/4 അല്ലേ. എടാ ഈ 1/4 എന്ന് വെച്ചാൽ 1/2 എങ്ങനെയാ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, 1/2 1/4 തമ്മിലുള്ള റിലേഷൻ എന്താ, 1/2 സ്ക്വയർ ആണ് 1/4 അല്ലെ. 1/2 സ്ക്വയർ ആണ് 1/4. അപ്പൊ ഈ സ്ക്വയറിന്റെ അവിടെ കിടക്കുന്ന, അല്ലെങ്കിൽ പവറിന്റെ അവിടെ കിടക്കുന്ന 2 ഈ t/30 ഇത് രണ്ടും ഈക്വലന്റ് അല്ലേ, രണ്ടും 1/2 പവർ അല്ലേ ഇടേ. സോ നമുക്ക് t/30 എന്തെന്ന് എഴുതാം, t/30 is equal to 2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ടിയുടെ വാല്യൂ എത്ര കിട്ടും, 30 into 2 എന്ന് കിട്ടും, which is equal to 60 days. നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ, മുക്കാൽ ഭാഗവും ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ, 60 ദിവസമാണ്. ഓക്കെ, ഹാഫ് ലൈഫ് പകുതിയായി ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ 30 ദിവസവും പിന്നെ മുക്കാൽ ഭാഗം ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 60 ഡേയ്സുമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ക്ലിയർ അല്ലേ. അപ്പൊ നമ്മുടെ ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. n of t is equal to n0 into 1/2 the whole raised to t by t half. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ബോർ റേഡിയസിന്റെ വാല്യൂ എന്തെന്നാ ചോദ്യം. ബോർ റേഡിയസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ബോർ തിയറി ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ് അല്ലെ. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതെന്ന് ബോർ തിയറിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ബോറിന്റെ കോൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് നമ്മൾ റേഡിയസ് ഡിറൈവ് ചെയ്തതായതുകൊണ്ടാണ് നമ്മൾ ആ പേര് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്, ബോർ റേഡിയസ്. അപ്പൊ ബോർ റേഡിയസ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, എന്താണ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ബോർ റേഡിയസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് അല്ലേ, ആ ന്യൂക്ലിയസിന്റെ ചുറ്റിലും ഞാൻ ആദ്യത്തെ ഓർബിറ്റ് വരികയാണ്. ആ ഓർബിറ്റിൽ ആരുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ
ഈ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, നമ്മുടെ ബോർ റേഡിയസ്. ബോർ റേഡിയസിന് നമ്മൾ A0 എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ ആണ് ഉപയോഗിക്കാറ്. A0യുടെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്. അപ്പോൾ ഈ A0യുടെ ആ ഇക്വേഷനിൽ വരുന്ന കോൺസ്റ്റന്റുകൾക്കെല്ലാം വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഇതെന്ന് പറയുന്നത് 5.29 into 10⁻⁻11 മീറ്റർ. അപ്പോ ഒരു ബോർ റേഡിയസിന്റെ, നമ്മുടെ ബോർ റേഡിയസിന്റെ വാല്യൂ എത്രയാണ്? 5.29 into 10⁻⁻11 മീറ്റർ. ഇത് കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ആണ്. അപ്പോ 5.29 into 10⁻⁻11 നമ്മുടെ ഓപ്ഷനിൽ അതുണ്ട്. ഓക്കെ ഫൈൻ, നമ്മൾ ആൻസറിലേക്ക് എത്തി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ നമുക്ക് യൂണിറ്റ് തന്നിരിക്കുന്ന മീറ്ററിലാണ്, മീറ്ററിലല്ല ആങ്സ്ട്രത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആങ്സ്ട്രത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ആങ്സ്ട്രം എന്ന് വെച്ചാൽ 10⁻⁻10 മീറ്റർ ആണ്. അപ്പൊ ഈ ആങ്സ്ട്രത്തിന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ആങ്സ്ട്രത്തിന്റെ സിമ്പിൾ ആണ് A⁻0 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആങ്സ്ട്രം എന്ന് വെച്ചാൽ ഒരു ആങ്സ്ട്രം എന്ന് വെച്ചാൽ 10⁻⁻10 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ പവറിനെ 10⁻⁻10 ആക്കി മാറ്റണേ. 10⁻⁻10 ആക്കുമ്പോൾ ഇവിടെ ഒരു ഡെസിമൽ ഡിജിറ്റ് മുന്നോട്ട് വരൂലേ? വരും. അപ്പൊ 0.529 into 10⁻⁻10 എന്ന് വരും. ആ 10⁻⁻10ന് പകരം 10⁻⁻10 എന്ന് വെച്ചാൽ എന്താണ്? ആങ്സ്ട്രം ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 0.529 ആങ്സ്ട്രം എന്ന് എഴുതി കൂടെ? എഴുതാം. ഇനി നിങ്ങളടുത്ത് ചോദിച്ചത് മീറ്ററിലും ആങ്സ്ട്രത്തിലും ഒന്നുമല്ല, നാനോമീറ്ററിലായിരുന്നു ചോദ്യം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഒരു നാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണടെ? 10⁻⁻9 മീറ്ററിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഒരു നാനോമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പവർ ഇവിടെ നേരത്തെ എത്തിയപ്പോഴത്തേക്ക് 10⁻⁻10 ആയിരുന്നു നമ്മുടെ പവർ. ഞാൻ ഒരു ഡെസിമലൂടെ മുന്നോട്ടിട്ടു. ഇവിടെ 10⁻⁻9 ആയി പവർ. 10⁻⁻9 ആയി പവർ. ഓക്കെ, 10⁻⁻9 പവർ ആകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഡെസിമൽ ഡിജിറ്റ് ഒന്നുകൂടെ മുന്നേക്ക് പോകും. അപ്പൊ 0.0529 into 10⁻⁻9 എന്ന് വരും. അതിനെ നമുക്ക് എന്തെന്ന് മാറ്റി എഴുതാം? 0.0529 നാനോമീറ്റർ എന്ന് എഴുതാം. അപ്പോ മീറ്ററിലാണ് ചോദ്യമെങ്കിൽ 5.29 into 10⁻⁻11. ആങ്സ്ട്രത്തിലാണ് ചോദ്യമെങ്കിൽ 0.529. നാനോമീറ്ററിലാണ് ചോദ്യമെങ്കിൽ ഒരു ഡെസിമലൂടെ മുന്നോട്ടിടുക 0.0529 നാനോമീറ്റർ. ഇപ്പൊ നമുക്ക് ബോർ റേഡിയസിനെ പറ്റി ചോദിച്ചാൽ അറിയാം. ഇനി ചോദ്യം എങ്ങനെയാണ്? n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വരുന്ന അല്ലെങ്കിൽ nth ഓർബിറ്റിന്റെയാണ് റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫോർമുല ഏതാണ്? n² A0 divided by z. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ nth ഓർബിറ്റിന്റെ റേഡിയസ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ്? n² A0 divided by z. ഇവിടെ n എന്ന് വെച്ചാൽ എന്താണ്? ഏത് ഓർബിറ്റിന്റെ ആണോ റേഡിയസ് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ വാല്യൂ ആണ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത്. A0 എന്താണ്? നമ്മുടെ ബോർ റേഡിയസ് ഇല്ലേ? 0.0529 into 5.29 into 10⁻⁻11 മീറ്ററിലാണെങ്കിൽ, അല്ലെങ്കിൽ ആങ്സ്ട്രത്തിലാണെങ്കിൽ ആ വാല്യൂസ് എടുക്കുക. നമ്മുടെ ഓപ്ഷൻസിലുള്ള യൂണിറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. z എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഏതാണോ അതാണ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എവിടെ ഉള്ളത്? നമ്മുടെ nth ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ടത്. n² A0 divided by z. ഇതിപ്പോ ബോർ റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ എന്ത് എഴുതുക? 5.29 into 10⁻⁻11. അത് ഫിക്സഡ് വാല്യൂ ആണ്. പക്ഷെ ഏതെങ്കിലും ഒരു ഓർബിറ്റിന്റെ റേഡിയസ് ആകുമ്പോഴാണ് n² A0 divided by z എന്ന് പറയുന്ന ഈ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരിക. ആ ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇതിന്റെ ആൻസർ എന്തായിരുന്നു? 5.29 into 10⁻⁻11 ആയിരുന്നു. നമുക്ക് അടുത്ത which of the following contains the greatest number of molecules? 4 ഓപ്ഷനിലും 1 ഗ്രാം ഓക്സിജൻ ഉണ്ട്, 1 ഗ്രാം H2O ഉണ്ട്, വാട്ടർ ഉണ്ട്, അതിന്റെ മോളിക്യൂൾ ആണ്. 1 ഗ്രാം H2 ഉണ്ട്, 1 ഗ്രാം NH3 ഉണ്ട്. ഇതെല്ലാം മോളിക്യൂൾസ് ആണ്. ഓക്സിജന്റെ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂൾ, NH3 ഇതെല്ലാം മോളിക്യൂൾസ് ആണ്. ഇതിൽ ഏതിലാണ് മോളിക്യൂളുകളുടെ എണ്ണം കൂടുതൽ എന്നാ ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ മോളിക്യൂളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് മോളിനെ പറ്റി സംസാരിക്കാം. മോൾ, വാട്ട് ഇസ് എ മോൾ? മോൾ എന്ന് വെച്ചാൽ എന്താ? മോൾ
6.02 into 10 raised to 23 particles. 6.022 into 10 raised to 23 particles അടങ്ങിയ എന്തൊരു വസ്തുവിനെ നമുക്ക് ഒരു മോൾ എന്ന് വിളിക്കാം. അതിപ്പോ മോളിക്യൂൾസ് ആയിക്കോട്ടെ, ആറ്റംസ് ആയിക്കോട്ടെ. അതിനകത്ത് 6.02 into 10 raised to 23 particles ഉണ്ടോ? അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു മോൾ എന്ന് പറയാം. അപ്പം ഇത്രയും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസിലെ കാര്യം നോക്കി. ഇവിടുത്തെ കേസ് നോക്കിയാൽ നമ്മൾ മോളിക്യൂൾസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇല്ലേ? അപ്പൊ 6.02 into 10 raised to 23 മോളിക്യൂൾസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു മോൾ എന്ന് വിളിക്കുന്നത്. ഒരു മോൾ എന്ന് പറയുമ്പോൾ എത്ര മോളിക്യൂൾസ് ആ? 6.02 into 10 raised to 23 മോളിക്യൂൾസ്. നമുക്ക് രണ്ട് ഫോർമുലാസ് പരിചയപ്പെട്ടിട്ട് പോകാം. അപ്പോ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഗ്രാം ഓഫ് ഒരു സബ്സ്റ്റൻസ് തന്നിരിക്കുകയാണ്. അതിൽ എത്ര മോൾസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാ? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. അതായത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മോൾസ് അടങ്ങിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. മാസ് ഇൻ ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സബ്സ്റ്റൻസിൽ തന്നിരിക്കുന്ന ഗ്രാം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ 1 ഗ്രാം. ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം എന്ന് പറയുന്നത്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. എന്താണ് ഈ ഗ്രാം മോളിക്കുലർ മാസ്? ഇതെല്ലാം മോളിക്യൂൾസ് അല്ലേ? ഇതിനൊക്കെ മോളിക്കുലർ മാസസ് ഇല്ലേ? ആ മോളിക്കുലർ മാസിനെ നമ്മളിവിടെ ഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? ഒരു ഹൈഡ്രജന്റെ മാസ് നമ്പർ എത്രയാ? 1 ആണ്. അങ്ങനെയുള്ള എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ മോളിക്കുലർ മാസ് എത്രയാ? 2 ആണ്. ഇനി നമ്മുടെ വാട്ടറിന്റെ H2O-യുടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ? അപ്പോ ഒരു മാസ് നമ്പർ ഉള്ള 2 ഹൈഡ്രജൻ ഉണ്ട് പ്ലസ് ആരുടെ 16 അല്ലേ നമ്മുടെ ഓക്സിജന്റെ മാസ് നമ്പർ ആണ്. അപ്പൊ 16 പ്ലസ് 1 into 2 2 ആണ്. 16 പ്ലസ് 2 എത്ര? 18 എന്ന് വരും. അപ്പൊ നമ്മുടെ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 18 ആണ്. അപ്പൊ നമുക്ക് കുറച്ച് ജനറലി ഉള്ള കുറച്ച് മോളിക്യൂൾസിന്റെ ഗ്രാം മോളിക്കുലർ മാസ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വാട്ടറിന്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണ്? 18 ആണ്. അതിപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മുടെ അമോണിയയുടെ ആണെങ്കിലോ? അമോണിയ 17 ശരിയാണോ? വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. നൈട്രജന്റെ 14 ആണ് മാസ് നമ്പർ പ്ലസ് ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 3 into 1 3 എന്ന് വരും. 14 plus 3 നമുക്ക് 17 എന്ന് എഴുതാം. ഓക്കെ. ഇനി അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കാർബണും 2 ഓക്സിജനുമാണ് ഉള്ളത്. ഒരു കാർബണിന്റെ മാസ് നമ്പർ എത്രയാ? 12 ആണ്. ഓക്സിജന്റെ എത്രയാ? 16 ആണ് അല്ലെ? 16 into 2 എത്രയാ? 32 ആണ്. ആഡ് ചെയ്യുമ്പോൾ 44 കിട്ടില്ലേ? നമുക്ക് കിട്ടും. ഇനി ഒരു ഓക്സിജന്റെ മാസ് നമ്പർ 16 ആണ്. അങ്ങനെയുള്ള 2 ഓക്സിജൻ ഉണ്ടല്ലേ ഇവിടെ? അപ്പൊ ഇവിടെ എത്ര വരും? 16 into 2 32 എന്ന് വരും ആൻസർ. ദെൻ നമ്മളെ ഇതാരാള്? ഇത് ഷുഗർ ആണോ ഗ്ലൂക്കോസ് ആണോ? സംശയം ഉണ്ടോ? ഇത് ഗ്ലൂക്കോസ് ആണ്. C6H12O6 ആരാ? ഗ്ലൂക്കോസ് ആണ്. അപ്പൊ നമ്മുടെ ഷുഗറിന്റെ മോളിക്കുലർ ഫോർമുല എന്താ? ഷുഗറിന്റെ C12H22O11 ഇല്ലടേ? ഇത് നമ്മുടെ ഷുഗർ ആണ് കേട്ടോ. ഷുഗർ വേണ്ട, ഞാൻ തൽക്കാലം ഗ്ലൂക്കോസിന്റെ കാര്യമാണ് പറയുന്നത്. 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 12 into 6 പ്ലസ് 1 into 12 പ്ലസ് ഓക്സിജന്റെ എത്രയാ? 16 അല്ലെ? 16 into 6 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാ? 180 ആണ്. അപ്പോ ജനറലി കുറച്ച് എലമെന്റ്സിന്റെ എന്ത് പഠിച്ചു വെക്കുക? അതിന്റെ ഗ്രാം മോളിക്കുലർ മാസിന്റെ വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കുക. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലർ മാസ് 18, അമോണിയയുടെ 17, കാർബൺ ഡൈ ഓക്സൈഡ് 44, ഓക്സിജന്റെ 32, ഗ്ലൂക്കോസിന്റെ 180. അപ്പൊ നമ്മള് കുറച്ച് മോളിക്യൂൾസിന്റെ ഗ്രാം മോളിക്കുലർ മാസ് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ഹൈഡ്രജന്റെ പറഞ്ഞു. ഹൈഡ്രജന്റെ എത്രയായിരുന്നു? 2 ആയിരുന്നു അല്ലെ? ഇനി നമുക്ക് മോൾസിന്റെ എണ്ണം കണ്ടുപിടിച്ചാൽ മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എങ്ങനെ? മോൾസിന്റെ എണ്ണത്തിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഈ അവഗാഡ്രോ നമ്പർ? 6.02 into 10 raised to 23 എന്ന് പറയുന്ന ആ സംഖ്യ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അതിനെ ചിലടത്ത് NA എന്ന് പറഞ്ഞു റെപ്രസെന്റ് ചെയ്യാറുണ്ട്. N സഫിക്സ് A. ഓക്കെ. അപ്പൊ നമ്മൾ മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുകയും നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഓരോ കേസിലും നമുക്ക് മോളിക്യൂൾസിന്റെ എണ്ണമാണ് വേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം മോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. കാരണം മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ നമുക്ക് മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ? ആദ്യത്തെ ഓപ്ഷൻ എങ്ങനെയാ? 1 gram ഓഫ് ഓക്സിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അവിടെ എത്ര മോൾസ് ഉണ്ട്? മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ് അല്ലേ? മാസ് ഇൻ ഗ്രാം, 1 ഗ്രാം ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ അത് ന്യൂമറേറ്ററിൽ എഴുതി ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഓക്സിജന്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയാ? നമ്മുടെ ടേബിൾ ഉണ്ടല്ലോ, 32 ആണല്ലേ. അത് കുറച്ച് ഈ തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അതങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ? 1 ഗ്രാം H2O. അപ്പൊ മാസ് ഇൻ ഗ്രാം 1 ആണ് തന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ നമ്മുടെ മോളിക്കുലർ മാസ് എത്രയാ? വാട്ടറിന്റെ 18 അല്ലേ? സി പാർട്ട്, സിയിൽ ആരാ വന്നിരിക്കുന്നത്? ഹൈഡ്രജൻ ആണ്. അപ്പൊ മാസ് ഇൻ ഗ്രാം 1 ആണ്, ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് 2 അല്ലേ? ഡി പാർട്ടിൽ ആരാ? 1 ഗ്രാം അമോണിയ. 1 ഡിവൈഡഡ് ബൈ അമോണിയയുടെ എത്രയാ? 17 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ 4 ഓപ്ഷൻസിൽ ഒന്ന് നോക്കിക്കേ. ഈ 4ലും ഏതാണ് വലിയ സാധനം? വലിയ ക്വാണ്ടിറ്റി ഏതാ? ന്യൂമറേറ്റേഴ്സ് എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ചെറുത് ഏതാണെന്ന് നോക്കണം അല്ലെ? ചെറുത് ഏതാ? ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആർക്കാ ഉള്ളത്? 1/2-നാണ്. ഓക്കെ, അപ്പം ഈ 1/2ന്റെ കൂടെ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മോളിക്യൂൾസിന്റെ എണ്ണം കിട്ടുന്നത്. അപ്പൊ ഇതിൽ ഏതിലാണ് മോൾസിന്റെ എണ്ണം കൂടുതലെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? മതി. ഇവിടെ ആൻസർ ഏതാ? സി. 1 ഗ്രാം ഹൈഡ്രജനിലാണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത് കമ്പയറിംഗ് ടു മറ്റവരെ 3 പേരും. ഓക്കെ, നമുക്ക് ഹൈഡ്രജൻ എന്ന് കണ്ട് നമ്മൾ ചിലപ്പോൾ നിസ്സാരവൽക്കരിച്ച് അങ്ങ് പോകും. പക്ഷെ അല്ല, ഈ 1 ഗ്രാം ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് കമ്പയറിംഗ് ടു 1 ഗ്രാം ഓക്സിജൻ, 1 ഗ്രാം വാട്ടർ ആൻഡ് 1 ഗ്രാം അമോണിയ. ഇനി നിങ്ങളടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ, which of the following contains the least number of molecules എന്നായിരുന്നെങ്കിലോ? ഇതിൽ ആർക്കാണ് മോളിക്യൂൾസിന്റെ എണ്ണം ഏറ്റവും കുറവ്? ഏറ്റവും കുറവെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണല്ലേ? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഒക്കെ ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ ഏറ്റവും വലുത് ഏതെന്ന് നോക്കും. അപ്പൊ അതിനാണ് എന്ത് വരുന്നത്? മോളിക്യൂൾസിന്റെ എണ്ണം അല്ലെങ്കിൽ മോൾസിന്റെ എണ്ണം ഏറ്റവും കുറവ് വരുന്നത്. മോൾസിന്റെ എണ്ണം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മോളിക്യൂൾസിന്റെ എണ്ണം കുറയും. അപ്പൊ നമ്മളിവിടെ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ വരുന്ന ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. 1 മോൾ എന്ന് പറഞ്ഞാൽ 6.02 × 10⁻23 മോളിക്യൂൾസ് ആണ്. ഇനി ആറ്റംസിന്റെ കേസ് ആണെങ്കിൽ 1 മോൾ എന്ന് വെച്ചാൽ 6.02 × 10⁻23 ആറ്റംസ് ആണ്. ഇനി മോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാസ് ഇൻ ഗ്രാമിന് ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം മോളിക്കുലർ മാസിനെ നമ്മൾ GMM എന്ന് എഴുതും. മറ്റേ കേസിലാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് എന്ന് എഴുതും. ഗ്രാം അറ്റോമിക് മാസ് ആണ് GAM. ഇനി ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കിട്ടുന്ന മോൾസിന്റെ എണ്ണത്തിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോടെ? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആറ്റംസിന്റെ എണ്ണം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? സി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Total number of orbitals in an energy level designated by principal quantum number n is equal to, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ n ആണ് എങ്കിൽ അതിനകത്തുള്ള ഓർബിറ്റൽസിന്റെ എണ്ണമാണ് ഇവിടെ ചോദ്യം. ഓക്കെ, എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും ഇവിടെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ n ആണ്. ഇത് നമ്മുടെ ആറ്റോമിക് മോഡലിന്റെ ആ ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ n ആണെങ്കിൽ n സ്ക്വയർ ഓർബിറ്റൽസ് ആണ്. എത്ര ഓർബിറ്റൽസ് ആണ്? n സ്ക്വയർ ഓർബിറ്റൽസ് ആണ്. അപ്പോൾ n ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എങ്കിൽ n സ്ക്വയർ ഓർബിറ്റൽസ് ആണ് അതുണ്ടാവുക. അതായത് ഇപ്പൊ n ന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. നമുക്ക് അതിന്റെ ആ ഒരു പ്രൂഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാം. n ന്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. n ന്റെ വാല്യൂ 1 ആണെന്ന് വെച്ചാൽ അത് ഏത് ഷെല്ലാണ്? n ന്റെ വാല്യൂ 1 ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 1 കറസ്പോണ്ട്സ് ടു k ഷെൽ അല്ലേ? അപ്പൊ k ഷെല്ലിലാണ്. അപ്പൊ k ക്കകത്ത് 1 സ്ക്വയർ ഓർബിറ്റൽസ് ഉണ്ട്. അതായത് 1 സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 1 ഓർബിറ്റലേ ഉള്ളൂ, 1s അല്ലേ? നമ്മൾ അതിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 1s ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്? അവിടെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഇനി n ന്റെ വാല്യൂ 2 ആണെങ്കിലോ? n ന്റെ വാല്യൂ 2 എന്ന് വെച്ചാൽ n ന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണ്? L ഷെല്ലാണ്.
എൽ ഷെല്ലിനകത്ത് 2 സ്ക്വയർ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ട്. അതായത് 2 സ്ക്വയർ എത്രയാ? 4. 4 എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും ഇവിടെ? 2s വരും. ഓക്കെ, നമ്മൾ അതിന്റെ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല എഴുതുന്നത്. 2s വരും. പിന്നെ ആരുണ്ട്? 2pയുടെ 3 ഓർബിറ്റൽസ് ഉണ്ട്. അതായത് അത് 3 ഓറിയന്റേഷൻസ് ആണ്. 2px, 2py, 2pz. അപ്പൊ നമ്മൾ p ഓർബിറ്റൽ 2pയുടെ ഓർബിറ്റൽ വരയ്ക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയാ അല്ലെ? ഇത് 2p ആണ്. ആദ്യം 2px, 2py, 2pz. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഇപ്പൊ എത്ര ഓർബിറ്റൽസ് ആയടെ? 4 എണ്ണം. 1, 2, 3, 4. ഓക്കെ, അതുപോലെ എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ, എന്റെ വാല്യൂ 3 ആണെങ്കിൽ ഏതാ ഷെല്ല്? എം ഷെല്ലാണ്. അപ്പോ 3 സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ എത്രയാ? 9 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓർബിറ്റൽസിന്റെ എണ്ണം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിനകത്ത് എത്ര ഓർബിറ്റൽസ് വരുമെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Which of the following is a secondary cell? ഇതിൽ ഏതാണ് ഒരു സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്? ഓക്കെ, സെല്ലും ബാറ്ററിയും ഒക്കെ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന എനർജി സോഴ്സസ് ആണ് അല്ലെ? അപ്പൊ സെൽസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പ്രൈമറി സെൽ എന്നും സെക്കൻഡറി സെൽ. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? They cannot be recharged since irreversible chemical reactions occur within. അതായത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. അതായത് നമ്മൾ നമ്മുടെ ടോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി, ടോയ്സിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, ഇതൊക്കെ എന്ത് തരം സെൽസ് ആണ്? പ്രൈമറി സെൽസ് ആണ്. വൺസ് അത് നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് റീചാർജ് ചെയ്യാൻ പറ്റാത്തത്? അതിനകത്ത് നടക്കുന്ന നമുക്ക് ഈ സെല്ലുകളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്? അതിനുള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും? ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പൊ ഇതിനകത്ത് ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീചാർജ് ചെയ്ത് ഇവയൊന്നും ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. സോ പ്രൈമറി സെല്ലില് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ത് നേച്ചറുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്? ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്രൈ സെൽ, ലെക്ലാൻഷ്യസ് സെൽ, മെർക്കുറി സെൽ ഒക്കെ. നമ്മുടെ ഈ ഡ്രൈ സെല്ലൊക്കെ നമ്മൾ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് ഇതാണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മെർക്കുറി സെൽസ് നമുക്കറിയാം, നമ്മുടെ ടോയ്സിലൊക്കെ കാണാറുണ്ട് ഈ മെർക്കുറി സെൽ. ലെക്ലാൻഷ്യസ് സെൽ ഉണ്ട്. ഇതൊക്കെ എന്ത് സെൽസിന് ഉദാഹരണങ്ങളാണ്? ഇതൊക്കെ പ്രൈമറി സെൽസ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെല്ലുണ്ട്. ആ ഡാനിയൽ സെല്ലും എന്തിന് ഉദാഹരണം തന്നെയാണ്? നമ്മുടെ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രൈമറി സെൽസ്. നമുക്ക് ഇത് റീചാർജ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? അതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ സെക്കൻഡറി സെല്ലിൽ എന്താ? ഇറ്റ് ക്യാൻ ബി റീചാർജ്. നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അല്ലേ? നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അത് റീയൂസ് ചെയ്ത് മീൻസ് അല്ലെങ്കിൽ റീചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. ഓക്കെ, നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ എന്ത് ചെയ്യും? വീണ്ടും നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഏത് ബാറ്ററി ആയിരിക്കും? നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ആയിരിക്കും അല്ലെ? മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്നത്, മൊബൈലാണെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ലിഥിയം അയൺ ബാറ്ററീസ്. പിന്നെ കാർ ബാറ്ററീസ്, അത് ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? സെക്കൻഡറി സെൽ. നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ആദ്യത്തെ ഇതാണ് നമ്മുടെ കാർ ബാറ്ററീസ് ആണ്. അതായത് ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത് വരുന്ന ഏതാണ്? നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ആണ്. നമ്മൾ മൾട്ടിമീറ്റർ പോലെയുള്ള ഡിവൈസസിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ് ആണ് എന്ന് പറയുന്നത് നിക്കൽ കാഡ്മിയം ബാറ്ററീസ്. നിക്കൽ കാഡ്മിയം ബാറ്ററീസ്. ഇതൊക്കെ സെക്കൻഡറി സെല്ലുകളാണ്. സെക്കൻഡറി സെൽസിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കാർ ബാറ്ററീസ്, അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററീസ്, നിക്കൽ കാഡ്മിയം ബാറ്ററീസ്, ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? നമ്മുടെ സെക്കൻഡറി സെൽ ഉദാഹരണങ്ങളാണ്. മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നു, വേറെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതൊക്കെ എന്ത് തരം സെൽസ് ആയിരിക്കും? യൂഷ്വലി സെക്കൻഡറി സെൽസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് പറയാം ഏതാണ് സെക്കൻഡറി സെൽ എന്ന്? നമ്മുടെ നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ഒക്കെ എന്ത് സെൽസാണ്? അതൊക്കെ അത് രണ്ടും എന്താണ്? പ്രൈമറി സെൽസ് ആണ് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സ്മോക്ക് എന്തിന്റെ എക്സാമ്പിൾ ആണ് ചോദ്യം. നമ്മുടെ ഈ സ്മോക്ക് നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ ഫോം, സോൾ, ജെൽ, എയറോസോൾ, ഇതൊക്കെ നമ്മുടെ കൊളോയിഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കൊളോയിഡ് എന്ന് വെച്ചാൽ? കൊളോയിഡ്
കൊളോയിഡിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് കൊളോയിഡ് ആയിട്ട് സങ്കല്പിക്കാൻ പറ്റുന്ന ഈസിലി മനസ്സിലാകുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻ വാട്ടർ. പേര് വളരെ ഫാൻസി ആണെങ്കിലും അതെന്താണ് സാധനം? നമ്മുടെ സൊല്യൂഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻ വാട്ടർ നമ്മുടെ കഞ്ഞിവെള്ളമാണ് അല്ലെ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു നല്ല കൊളോയിഡാണ്. അപ്പൊ ഈ കൊളോയിഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഹെറ്ററോജനസ് മിക്സ്ചർ. അതായത് അതിന്റെ എല്ലാ ഭാഗങ്ങളിലും പാർട്ടിക്കിൾസ് ഒരുപോലെയല്ല, പല ഭാഗങ്ങളിലും പല രീതിയിലാണ് പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ആയിരിക്കുന്നത്. അതിനാണ് ഹെറ്ററോജനസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടോ? പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താ? ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒരു ട്രൂ സൊല്യൂഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലുതും എന്നാൽ ഒരു സസ്പെൻഷൻ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറുതുമാണ്. അതായത് നമ്മളിപ്പോ ഉപ്പിനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിപ്പിക്കുകയാണ്, അപ്പൊ അതൊരു ഉപ്പിന്റെ സൊല്യൂഷൻ ആണ് അല്ലെ. അപ്പൊ ആ സൊല്യൂഷൻ നമുക്ക് പാർട്ടിക്കിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നന്നായിട്ട് എന്ത് ചെയ്തു? മിക്സ് ചെയ്ത് പോയി കഴിഞ്ഞു. ഓക്കെ, ഇത് ട്രൂ സൊല്യൂഷൻ ആണ്. അപ്പൊ അതിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ ആ സൈസിനെ കുറച്ചുകൂടെ വലുതായിരിക്കും ആരെന്ന് പറയുന്നത് കൊളോയിഡിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സസ്പെൻഷനിൽ എങ്ങനെയാ? സസ്പെൻഷനിൽ ഇത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ വലുപ്പത്തിനേക്കാൾ കൂടുതലായിരിക്കും സസ്പെൻഷനിലെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത്. സസ്പെൻഷനിലുള്ള പാർട്ടിക്കിൾസിന് ഉദാഹരണം ആരാ? ഇപ്പൊ നമ്മള് മഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ്. അപ്പൊ അതൊരു സസ്പെൻഷൻ ആണ്. അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് എങ്ങനെയാണ്? വളരെ വലുതാണ്. നമുക്ക് നമ്മുടെ എന്താണ് നേക്കഡ് ആയി വെച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളോയിഡിനെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ കൊളോയിഡിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആയ പ്രോപ്പർട്ടിയാണ് ഷോസ് ടിൻഡാൽ എഫക്ട്. എന്താണ് ഈ ടിൻഡാൽ എഫക്ട് എന്ന് വെച്ചാൽ? ടിൻഡാൽ എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊളോയിഡിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യാണ്? ലൈറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ പാത്ത് നമുക്ക് ഏതിലൂടെ മനസ്സിലാക്കാൻ പറ്റും? കൊളോയിഡിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന പാത്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ടിൻഡാൽ ഇഫക്റ്റ് കാണിക്കുന്നത് ആരാണ്? കൊളോയിഡാണ്. അപ്പൊ ടിൻഡാൽ ഇഫക്റ്റിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അത് നമ്മൾ ഉപ്പുവെള്ളം ഓക്കെ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ ലൈറ്റിന്റെ പാത്ത് അത്രത്തോളം എന്തല്ല? വിസിബിൾ അല്ല ഒരു സൊല്യൂഷനിലാണ്. അതേസമയം വാട്ടറിന്റെയും മിൽക്കിന്റെയും ഒരു മിക്സ്ചർ ആണ്. നമ്മുടെ മിൽക്ക് ഒരു നല്ല കൊളോയിഡ് ആണ് കേട്ടോ. കാരണം അതിനകത്ത് ഫാറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്പേഴ്സ്ഡ് ആയിരിക്കുന്നത്. അവിടുത്തെ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നവ ഫാറ്റ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ മിൽക്കും ഒരു കൊളോയിഡ് ആണ്. അപ്പോൾ മിൽക്ക് ആൻഡ് വാട്ടറിന്റെ ഒരു മിക്സ്ചറിലേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ അതിനകത്ത് ആ പാത്ത് അറിയാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താ? അതിനകത്തുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈ വരുന്ന ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ പാത്ത് അറിയാൻ പറ്റുന്നത്. ഈ എഫക്റ്റിനെ ടിൻഡാൽ എഫക്റ്റ് എന്നും നമ്മുടെ ഈ മിക്സ്ചറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഈ കോണിനെ ടിൻഡാൽ കോൺ എന്നും വിളിക്കാറുണ്ട്. ടിൻഡാൽ കോൺ. ഓക്കെ, ഇപ്പൊ കുറച്ച് കൊളോയിഡലിന്റെ ജനറൽ എക്സാമ്പിൾസ് പറഞ്ഞ ആരൊക്കെ വരും ഇവിടെ? മിൽക്ക് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർച്ച് വാട്ടർ അത് വരും, പിന്നെ ബ്ലഡ് വരും. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ എയർ നല്ല കൊളോയിഡ് ആണ്. പല പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ആയി കാണുന്നില്ലേ? അതുകൊണ്ട് എയർ ഒരു കൊളോയിഡ് ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് കൊളോയിഡിന് രണ്ട് ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഒരു ഡിസ്പേർഷൻ മീഡിയവും ഉണ്ട്. അതായത് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുമ്പോഴത്തേക്കും ഏതിലാണ് പാർട്ടിക്കിൾസ് കാണുന്നത് അതാണ് അതിന്റെ മീഡിയം. അതിനകത്ത് കാണുന്ന പാർട്ടിക്കിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം സോളിഡ് ആണ്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് ആദ്യം പോകാം. നമ്മുടെ ഡിസ്പേഴ്സീവ് മീഡിയം ലിക്വിഡ് ആണ്, ഡിസ്പേർഷൻ ഫേസും ലിക്വിഡ് ആണ്. നമ്മുടെ പാല് മിൽക്കില് വാട്ടറും ഉണ്ട്, ദെൻ അതിനകത്തുള്ള ഫാറ്റി നേച്ചർ കാണിക്കുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്ത് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണെങ്കിൽ രണ്ടും എന്തിലുള്ളത് തന്നെയാണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പം രണ്ടും ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ ആ കൊളോയിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എമൽഷൻ. എമൽഷൻ എക്സാമ്പിൾ മിൽക്ക് വരും, ഹെയർ ക്രീം വരും. ഇത് രണ്ടും എന്താണ്? എമൽഷൻ ആണ്. ദെൻ രണ്ടും സോളിഡ് ആണ്. മീഡിയവും ഫേസും ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും രണ്ടും സോളിഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സോളിഡ് സോൾ. നമ്മുടെ ചില കളേർഡ് ഗ്ലാസും ജെം സ്റ്റോൺസും ഒക്കെ കല്ലുകളും ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? സോളിഡ് സോളിന് ഉദാഹരണമാണ്. ദെൻ ഡിസ്പേഴ്സ് ചെയ്യുന്ന ഫേസ് സോളിഡും അതിന്റെ മീഡിയം ലിക്വിഡും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന ആ കൊളോയിഡിന്റെ പേരാണ് സോൾ. സോളിന്റെ ഉദാഹരണങ്ങൾ ആരൊക്കെയാണ്? നമ്മളെ പെയിന്റ് വരും. ദെൻ സെൽഫ് ഫ്ലൂയിഡ്സ് ഒക്കെ ഏതാണ്? സോളാണ്. ദെൻ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയം ഗ്യാസും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എയറോസോൾ. എയറോസോളിന് ഉദാഹരണമാണ് സ്മോക്കും ഡസ്റ്റും ഒക്കെ.
ഗ്യാസ് ആണ് അടുത്ത മീഡിയം. അതിനകത്ത് നമ്മുടെ ഡസ്റ്റിൽ എങ്ങനെയാ, നമ്മുടെ ചുറ്റുപാടിലും ഡസ്റ്റ് വരുമ്പോ എങ്ങനെയാ, എയർ എന്ന് പറയുന്ന ആ മീഡിയത്തിലേക്ക് നമുക്ക് സോളിഡിന്റെ പാർട്ടിക്കിൾസ് ഡിസ്പോസ്ഡ് ആയി കാണപ്പെടും അല്ലെ, അങ്ങനെയല്ലേ ഡസ്റ്റ് എന്ന് പറയുന്നത്. സോ ഡസ്റ്റും സ്മോക്കും ഒക്കെ എയറോസോളുകളാണ്. എയറോസോൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ജെൽ എന്ന് വെച്ചാൽ എങ്ങനെയാ, ജെല്ലും ഒരു ടൈപ്പ് കൊളോയിഡ് ആണ്. ജെൽ എന്ന് പറയുമ്പോഴത്തേക്കും സോളിഡ് മീഡിയവും അതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ചെയ്താണ്, ലിക്വിഡും ആണ്, അതിനാണ് ജെൽ എന്ന് പറയുന്നത്. ജെല്ലിന് ഉദാഹരണം ഏതാണ്, ജെല്ലി നേച്ചറുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ആരൊക്കെ, ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, ജെല്ലിന് ഉദാഹരണങ്ങൾ. നമ്മൾ എമൽഷൻ നേരത്തെ പറഞ്ഞു. ഇനി ലിക്വിഡ് ഫേസിനെ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസിലേക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസിനെ നമ്മൾ എന്തിലേക്ക് കൊടുക്കുകയാണ്, ഡിസ്പേർഷൻ മീഡിയമായ ഗ്യാസിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിനെയും എയറോസോൾ എന്ന് തന്നെയാണ് പറയുന്നത്. സോളിഡ് ഇൻ ഗ്യാസ് ആണെങ്കിലും ലിക്വിഡ് ഇൻ ഗ്യാസ് ആണെങ്കിലും അതിന്റെ പേര് എയറോസോൾ എന്ന് തന്നെയാണ്. ലിക്വിഡ് ഇൻ ഗ്യാസ് ഉദാഹരണങ്ങളാണ് ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, പിന്നെ നമ്മുടെ ഇൻസെക്ടിസൈഡ് സ്പ്രേസ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്, എയറോസോളിന് ഉദാഹരണമാണ്. ഇത് രണ്ടും പേരൊന്നാണെങ്കിലും അതിനകത്തുള്ള ഫേസുകൾ ഫേസ് അല്ലല്ലോ, ഫേസ് മീഡിയം രണ്ടിലും ഗ്യാസ് തന്നെയാണ്. ഓക്കെ, എയറോസോൾ എന്ന് പറയുമ്പോൾ രണ്ടിടത്തെയും ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറയുന്നത് ഗ്യാസ് തന്നെയാണ്. ഒന്നിൽ സോളിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, മറ്റൊന്നിൽ ലിക്വിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസിൽ എന്താ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും മീഡിയം സോളിഡും ആണെങ്കിൽ അതിനെ സോളിഡ് സോൾ എന്ന് വിളിക്കും. സോളിഡ് സോൾ. നമ്മുടെ ഹ്യൂമിക് സ്റ്റോൺ, ഫോം റബ്ബർ ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, സോളിഡ് സോൾ ഉദാഹരണങ്ങളാണ്. ദെൻ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് വിളിക്കുന്ന പേരാണ് ഫോം. ഫോമിന് ഉദാഹരണം ഫ്രൂപ്പത. ദെൻ വിപ്ഡ് ക്രീം, സോപ്പ്, ലാദർ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, ഫോമിന് ഉദാഹരണങ്ങളാണ്. ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഈ സ്മോക്ക് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോ സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു സ്മോക്ക് എന്ന് പറയുന്നത്, സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ എയറോസോൾ, എയറോസോളിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, എയറോസോളിന്റെ എക്സാമ്പിൾ ആയിരുന്നു ആരെന്ന് പറയുന്നത്, സ്മോക്ക് എന്ന് പറയുന്നത്. കാര്യം ക്ലിയർ അല്ലേ. നമുക്ക് ആ ടേബിൾ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. എത്ര തരം കൊളോയിഡ്സ് നമ്മളിവിടെ പറഞ്ഞു, സോളിഡ് സോൾ പറഞ്ഞു, സോള് പറഞ്ഞു, എയറോസോൾസ് രണ്ടെണ്ണം പറഞ്ഞു, ജെല്ല്, എമൽഷൻ, സോളിഡ് സോൾ, ഫോം. സോളിഡ് സോളും രണ്ടെണ്ണം ഉണ്ട് അല്ലെ. മീഡിയം അതായത് ഡിസ്പോഷൻ മീഡിയം അനുസരിച്ചിട്ടാണ് പേര് വരുന്നത്. സോളിഡ് ആണെങ്കിൽ സോളിഡ് സോൾ എന്ന് വിളിക്കും, ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിലും എന്തെന്ന് വിളിക്കും, സോളിഡ് സോൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ആ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. പ്രധാനമായിട്ടും സോളും എയറോസോളും എമൽഷനും ഒക്കെ തന്നെയാണ് ചോദിച്ചു കാണാം. നമുക്ക് ഇനി അടുത്തതിലേക്ക് പോയാലോ. Which among the following element has largest atomic radius? നമുക്ക് ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതായത് ഈ 4 എലമെന്റില് ആർക്കാണ് അറ്റോമിക് റേഡിയസ് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദ്യം. നമ്മൾ ഈ അറ്റോമിക് റേഡിയസിന്റെ ട്രെൻഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അറ്റോമിക് റേഡിയസ് ഒക്കെ വേരി ചെയ്യുന്നത്. ഒരു പീരിയോഡിക് ടേബിളില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എലോങ് എ പീരീഡ് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്തു വരും, കുറഞ്ഞു വരും. അതായത് നടുവിലുള്ള ചാർജ് കൂടും അല്ലെ. ചാർജ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ അടുക്കലേക്ക് ഓർബിറ്റൽസിനെ ആകർഷിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ആറ്റത്തിന്റെ സൈസ് കുറയും. ദെൻ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എലോങ് എ ഗ്രൂപ്പ് എങ്ങനെയാണ്, എലോങ് എ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് കൂടും അല്ലെ. കാരണം ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് ഷെൽസിന്റെ എണ്ണം കൂടുകയാണ്. അപ്പൊ സ്ക്രീനിങ് എഫക്ട് വരും. ഉള്ളിലുള്ള ന്യൂക്ലിയസിന് പുറമേയുള്ള ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇടയ്ക്കുള്ള ഷെൽസ് എന്ത് ചെയ്യും, സ്ക്രീൻ ചെയ്യുന്നത് കാരണം ആറ്റത്തിന്റെ സൈസ് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടി വരും. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അതായത് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് അറ്റോമിക് റേഡിയസ്, ഹൈഡ്രജൻ, ലിഥിയം എന്ന് പറഞ്ഞ താഴേക്ക് വരുന്ന സമയത്ത് അറ്റോമിക് റേഡിയസ് കൂടി വരും. അലോങ് എ ഗ്രൂപ്പ് ആറ്റം റേഡിയസ് ഇൻക്രീസസ്. അലോങ് എ പീരീഡ് എന്താണ് ചെയ്യുന്നത്, ആറ്റം റേഡിയസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സോഡിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, അലൂമിനിയത്തിന്റെ ഇതൊന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ അത് ഏത് പൊസിഷനിൽ വരുന്നവയാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരണം അല്ലേ. നമ്മുടെ സോഡിയം ഒക്കെ തേർഡ് പീരീഡിൽ വരുന്നതാണ്. സോഡിയം, മെഗ്നീഷ്യം, നമ്മുടെ അലൂമിനിയം, ഇവരൊക്കെ ആ തേർഡ് പീരീഡിൽ വരുന്ന ആൾക്കാരാണ്. നോക്കിക്കേ, സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് റേഡിയസ് കുറഞ്ഞു വരിക. അപ്പൊ ഇവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സോഡിയത്തിനാണ് കൂടുതൽ. പക്ഷെ സോഡിയത്തിന് ആണോ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, അല്ല. കാര്യം എന്താ, പൊട്ടാസ്യം കൂടെ ഓപ്ഷനിലുണ്ട്. സോഡിയത്തിന്റെ താഴെയാണ് പൊട്ടാസ്യം വരുന്നത്. സോ പൊട്ടാസ്യം ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. സോഡിയത്തിന്റെ താഴെയല്ലേ പൊട്ടാസ്യം വരുന്നത്. സോഡിയത്തിനേക്കാൾ റേഡിയസ് ആർക്ക് കൂടുതലാണ്, പൊട്ടാസ്യത്തിന് കൂടുതലാണ്. ഓക്കെ, നമ്മുടെ തൽക്കാലം നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. നമ്മൾ ആദ്യം കുറച്ച് ന്യൂമറിക്കൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ന്യൂമറിക്കൽസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചൊക്കെ ചെയ്തു നോക്കുക. താങ്ക് യു.